ബഹുമാനപ്പെട്ട മാലിക് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മദീനയിലെ മസ്ജിദുൻ നബവിയിലെ മനോഹരമായ മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു വലിയ സംശയവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ വന്നിട്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അബഖിയ മിൻ ബിർരിൻ അബവയ്യ ശൈഉൻ അബർറുഹുമാ ബിഹി മിൻ ബഅദി മൗതിഹിമാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ റസൂലേ എന്ന് ചോദിക്കുകയാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ബാധ്യതയും കടമയും കടപ്പാടും ഉണ്ടെങ്കിൽ അവര് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് എന്തെങ്കിലും കടമകളുണ്ടോ റസൂലേ എന്ന് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നു, അതേ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും വാപ്പയോടും അവര് മരണപ്പെട്ടു പോയാൽ അവരോട് നിനക്ക് കടമയുണ്ട് മോനെ, അവരോട് നിനക്ക് കടപ്പാടുണ്ട് മോനെ. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ, എന്ത് കടമയാണ് റസൂലേ, എന്ത് കടപ്പാടാണ് നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? അള്ളാന്റെ റസൂല് 5 കടമ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ കടമ എന്താണ്? അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാമത് പുന്നാര ഹബീബ് പഠിപ്പിക്കുകയാ, അസ്സലാത്തു അലൈഹിമാ, അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടാൽ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടാൽ ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളായി നമ്മൾ മാറണേ. ഇന്ന് പല മക്കൾക്കും മയ്യത്ത് നിസ്കാരം എങ്ങനെയാണെന്നറിയില്ല, മയ്യത്ത് നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണെന്നറിയില്ല. അത് പഠിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടാൽ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടാൽ അവരുടെ മയ്യത്ത് കൊണ്ട് പള്ളിയിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുന്നു. ഉസ്താദ് മയ്യത്ത് പരിപാലനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, മരണവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ഇമാമത്ത് നിൽക്കാൻ ആരുമില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് തന്നെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക. പക്ഷേ മക്കൾ, ഞാൻ പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ഉമ്മ മരിക്കുമ്പോൾ, നമ്മുടെ വാപ്പ മരിക്കുമ്പോൾ ആ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാനുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ കടമ, മരണപ്പെട്ടു പോയാൽ, ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കലാ. രണ്ടാമത് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കാ, വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വാപ്പ മരണപ്പെട്ട്, നമ്മുടെ ഉമ്മ മരണപ്പെട്ട്, അല്ലാഹുവേ പടച്ചവനെ അവരെ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞ് അവര് ഖബറിലായി.
അവര് ഖബറിലായി. എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ പടച്ചവനേ, അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലാ. ഈ പ്രഭാഷണം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും മരണപ്പെട്ട് ഖബറിലാണെങ്കിൽ അവരോടുള്ള രണ്ടാമത്തെ ബാധ്യത പുന്നാര നബി തങ്ങൾ പറഞ്ഞു, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പൊറുക്കലിനെ ചോദിക്കണമെന്നാണ്. അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം മക്കളായ നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊറുക്കലിനെ ചോദിക്കണം, ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലണം. ഉമ്മ മരണപ്പെട്ടവര് ഖബറിലാവട്ടെ, വാപ്പ മരണപ്പെട്ടവര് ഖബറിലാകട്ടെ, മക്കളായ ഓരോരുത്തരും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടല്ലെങ്കിൽ പള്ളിയിലിരുന്നു കൊണ്ട് തസ്ബീഹ് മാല കയ്യിലെടുത്തിട്ട് ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. എന്നിട്ട് കരളൊരുകി പടച്ചവനോട് പറയണം, മോനെ അല്ലാഹുവേ, എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തു പോയ സർവ്വ പാപങ്ങളും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ റബ്ബേ. മക്കളായ നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കളോടുള്ള കടമയാണത്. കാരണം എന്തേ? മക്കളായ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹു പരലോകത്തവരെ ദറജ ഉയർത്തി കൊടുക്കുന്നതാണ്. അവർക്ക് ദറജ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊടുക്കും. അവർക്ക് വലിയ സ്ഥാനം കിട്ടുമ്പോൾ ഫയഖൂലു, അവര് പറയുന്നതാണ്, യാ റബ്ബി മിൻ ഐന ലീ ഹാദാ, എനിക്കെങ്ങനാണ് പടച്ചവനെ ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത്? എങ്ങനാണ്? ഞാൻ ഇത്രത്തോളം വലിയ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അമലും ദുനിയാവിൽ ചെയ്തില്ല. പിന്നെങ്ങനാണ് റബ്ബേ ഇത്രയും വലിയ സ്ഥാനം നീ ഞങ്ങൾക്ക് തന്നത്? അതിന്റെ കാരണം എന്തേ? ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് വിളിച്ചു പറയുകയാ, ഫയഖൂലു, ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് വിളിച്ചു പറയുകയാണ്, ബിസ്തിഗ്ഫാരി വലദിക ലകാ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം തന്നിരിക്കുന്നു. അതുകൊണ്ട് മറന്നു പോകണ്ട. അവർക്ക് വേണ്ടിയിട്ട് ധാരാളം, അല്ലേ, ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോയവരെ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് ധാരാളം നല്ല രാവുകളിൽ, നല്ല സമയങ്ങളിൽ, നല്ല ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ദുആ ചെയ്യണേ. പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചത് അതുകളുടെ കടമയാണ്.